7 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്തു. ലൂസ് മോഷൻ, ഛർദി അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. പുനർജനിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങി. നല്ല വിശപ്പുണ്ടായി, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എല്ലാം ശരിക്കും മാറിയത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ ഇപ്പൊ പേഷ്യന്റ് ഉണ്ട്. ഇവിടുന്ന് ഓൾറെഡി 1 മന്തായിട്ട് മെഡിസിൻ കഴിക്കുവാണ്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്, പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. നമുക്ക് എന്തായാലും ആദ്യം മുതൽ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസറിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? ശേഷാ മുരളി രാജ. ഓക്കെ സർ. പേഷ്യന്റ് ആരാണ്? എന്റെ അമ്മയാ. അമ്മയുടെ പേരെന്താ സർ? ശേഷം വിജയ. വിജയ അല്ലേ? എവിടെ നിന്നാ വരുന്നേ? കരുണ ഡിസ്ട്രിക്റ്റിലുള്ള കുത്തകട്ട് ഗ്രാമം. ഓക്കെ സർ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. ഓക്കെ. ഓക്കെ സർ. അമ്മയ്ക്ക് എന്ത് ക്യാൻസർ ആണ്? എത്ര നാളായി തുടങ്ങിയിട്ട്? കുറഞ്ഞത് ഒരു വർഷമായിട്ടുണ്ട്. ഉം. ഇപ്പൊ ഒരു 2 വർഷം ആകാൻ പോകുന്നു. ഓക്കെ. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. മോഷനിലൂടെ ബ്ലഡ് പോകുന്നത് കണ്ടപ്പോഴാണ് ആശുപത്രിയിൽ പോകാൻ തോന്നിയത്. ഉം. ആശുപത്രി ചെന്നതിന് ശേഷമാണ് ഇത് ക്യാൻസർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉം. കീമോതെറാപ്പി ചെയ്തു തുടങ്ങി. 7 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്തു. പിന്നീട് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ യൂട്യൂബിലല്ലേ? പുനർജനിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത്. എൻ്റെ മരുമകൻ ഇവിടെ ഹൈദരാബാദിൽ തന്നെയാണുള്ളത്. ഓക്കെ. അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരികയും ഇവിടെ കാണിക്കുകയും ചെയ്തത്. ഉം. അന്ന് തന്നെ ഞങ്ങൾക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നു വിട്ടു. ഉം. അത് 1 മാസം തുടർച്ചയായിട്ട് കഴിച്ചു. ഇപ്പോൾ നല്ല സുഖമുണ്ട്. ഓക്കെ. കീമോതെറാപ്പി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ വലിയ കഷ്ടപ്പാടായിരുന്നു. ഉം. ലൂസ് മോഷൻ, ഛർദി അങ്ങനെയുള്ള ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ. ഈ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഉം. ഇപ്പൊ തനിയെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. പരസഹായം ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓക്കെ. പറ്റുന്നുണ്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലേ? ഇത്രയും നാളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ. മേഡം. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഉം. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ഓക്കെ. ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കഴിച്ചാൽ വയറുവേദനയാണ്. ഉം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഗുളിക കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല ആശ്വാസമുണ്ട്. ഓക്കെ. ഓൺലൈനിൽ കണ്ടിട്ടാണോ സർ മെഡിസിൻ അതെ വാങ്ങിയത്? അതെ അങ്ങനെ തന്നെ. കീമോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അതും ചെയ്തു. 7 പ്രാവശ്യം ചെയ്തു. പിന്നെ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തില്ല. ഇവിടെ ഈ ആയുർവേദ ചികിത്സയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓക്കെ. ഇങ്ങോട്ട് വന്നത്. അതാ. ഓക്കെ. ഈ കീമോ റേഡിയേഷൻ ഒക്കെ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞിരുന്നോ? റേഡിയേഷൻ ഞങ്ങൾ ചെയ്തില്ല മേഡം. കീമോ മാത്രമാണ് ചെയ്തത്. ഞങ്ങളുടെ അടുത്ത് ഉം. ടാബ്ലറ്റിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഡോക്ടറെ കണ്ടപ്പം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഉം. റേഡിയേഷൻ ഓക്കെ. ചെയ്തേ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങൾ ഉം. വേണ്ടാന്ന് തീരുമാനിച്ചു. ഓക്കെ. സോ പുനർജൻ ആയുർവേദ മെഡിസിൻ നിങ്ങൾക്ക് വളരെ അതെ ഉപകാരപ്രദമായല്ലേ? തീർച്ചയായിട്ടും. സാറും അമ്മയും ഇപ്പൊ വളരെ ഹാപ്പിയാണല്ലേ? ആ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല നല്ല മോളെ. വ്യത്യാസം ഉണ്ടല്ലേ? ഓക്കെ. കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഉം. മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടോ? ഉം. നന്നായിരിക്കുന്നല്ലേ? ഉം. ഓക്കെ. അമ്മ എന്തായാലും പോയി ഡോക്ടറെ കണ്ടോളൂ. ഓൺലൈനിലായിട്ടല്ലേ കണ്ടിരുന്നത്? ഇപ്പൊ എന്തായാലും നേരിട്ട് പോയി കണ്ടോളൂ. ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഫോളോ ചെയ്തോളൂ. എന്തായാലും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഭേദായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ആ. താങ്ക് യു സർ. നന്ദി.